ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം. അറഫ ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. ഈ വർഷത്തെ അറഫ ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയാണ്. അപ്പോൾ രണ്ട് നേട്ടങ്ങൾ ഒരുമിച്ച് വരികയാണ്. ഒന്ന്, ബുധനാഴ്ച ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലുള്ള സമയത്ത് ദുആ ചെയ്താൽ, അതായത് ളുഹർ മുതൽ അസർ വരെയുള്ള സമയം, ഈ സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസിൽ നിന്ന് നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുന്നതുമാണ്. അതോടൊപ്പം തന്നെ അറഫ ദിവസം നോമ്പുണ്ട്. അപ്പോൾ അതിന് പുറമെ അറഫ ദിവസം ഒരാൾ 1000 തവണ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹു അല്ലാഹു സൂറത്ത് ഒരാൾ 1000 തവണ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടിക്കൊടുക്കുമെന്ന് ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഷാഫി മദ്ഹബിലെ ഇമാം അബ്ദുൽ ഹമീദ് ഷർവാനി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബിലും അതുപോലെ തന്നെ ഇമാം മുഗ്നിയിലും ഖത്തീബ് ഷിർബീനി അവിടുത്തെ മുഗ്നിയിലൊക്കെ പറഞ്ഞത് കാണാൻ കഴിയും. ഒരാൾ 1000 തവണ ഖുൽ ഹു അല്ലാഹു സൂറത്ത് ഓതുകയാണെങ്കിൽ എന്നിട്ട് ദുആ ചെയ്താൽ എന്തും അവൻ്റെ ആവശ്യങ്ങളൊക്കെ വിടും എന്ന് ഇമാമികൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ അറഫയിൽ ബുധനാഴ്ചയാണ്, ളുഹറിൻ്റെ അസറിൻ്റെ ഇടയിലെ സമയം. അതുപോലെ തന്നെ ഏറ്റവും പവിത്രമായ മുഅക്കദായ സുന്നത്ത് നോമ്പുള്ള ദിവസം, പുറമെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയം, ഇതെല്ലാം കൂടി മേളിച്ചിരിക്കുകയാണ് ഈ കൊല്ലത്തെ അറഫ ദിവസം എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ 1000 തവണ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആരെന്ത് ദുആ ചെയ്താലും ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരം ദുആവുകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. വസ്സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.